നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ചവരെ RSSകാർ കൊലപ്പെടുത്തിയതെന്ന് CPMന്റെ വ്യാജ പ്രചാരണം. ബോംബ് ഉണ്ടാക്കുന്നതിന് ഇടെ സ്ഫോടനത്തിൽ മരിച്ച കണ്ണൂർ കതിരൂർ പുല്യോട്ടെ വി സുരേഷിനെയും VP പ്രദീപനെയുമാണ് RSSകാർ കൊലപ്പെടുത്തിയതെന്ന് പ്രചരിച്ചുകൊണ്ട് CPM രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. 1999 ഒക്ടോബർ 1 ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി പുല്യോട്ടെ വി സരേഷും VP പ്രദീപനും മരിച്ചത്. അന്നുണ്ടായ സ്ഫോടനത്തിൽ 2 CPMകാർക്ക് കൈപ്പത്തി നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഇതാണ് RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞ് CPM വ്യാജപ്രചാരണം നടത്തുന്നത്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വ്യാജപ്രചാരണം നടത്തുന്നത്. രക്തസാക്ഷി പട്ടികയിൽ ആളെ കൂട്ടാനുള്ള CPMന്റെ ഈ പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. രക്തസാക്ഷികളെ എണ്ണം കൂട്ടണം ഓരോ പ്രദേശത്തും. അതോടൊപ്പം തന്നെ രക്തസാക്ഷികളെ എണ്ണം കൂട്ടുന്നതോടൊപ്പം തന്നെ രക്തസാക്ഷികളെ പരിപാടി വർഷാവർഷം അവരുടെ രക്തസാക്ഷി പരിവേഷം നൽകിയിട്ട് അവരുടെ പേരിൽ കമ്പവലി മത്സരം, ഓട്ട മത്സരം, കായിക മത്സരം ഇതൊക്കെ നടത്തണം. എന്നിട്ട് നല്ല പായസം ഉണ്ട്, ചോറും കൊടുത്ത് പായസം കൊടുത്ത് മധുരവും കഴിച്ചിട്ട് മടങ്ങിപ്പോകണം. കാരണം ഇവരെയൊക്കെ കൂട്ടാനുള്ള ഒരു എന്താ പറയുക, CPMന്റെ ആശയം പറഞ്ഞാൽ ആരും വരില്ല. CPMന്റെ ജാഥയുണ്ട്, കർഷക സംഘത്തിൻ്റെ ജാഥയുണ്ടെന്ന് പറഞ്ഞാൽ 100 ആളുണ്ടല്ല. പണ്ട് മണിക്കൂറുകളും ദിവസങ്ങളും ജാഥ നടത്തിയ പാർട്ടിയാണ്. ഇപ്പം എങ്ങനെയാണ് ആളെ കൂട്ടുന്നത്? രക്തസാക്ഷികളെ പരിവേഷം നൽകി. കാരണം സ്വന്തം ബോംബ് പൊട്ടിയിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരെ കൊല്ലാനായി നിർമ്മിച്ച ബോംബ് പൊട്ടി മരിച്ചവന് പോലും രക്തസാക്ഷി പരിവേഷമാണ്. പാനൂർ ചെറ്റക്കണ്ടിയിൽ സമാനമായ രീതിയിൽ ബോംബുണ്ടാക്കുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച 2 പ്രവർത്തകരെ CPM രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ ഇവർക്കായി രക്തസാക്ഷി സ്തൂപമുണ്ടാക്കുകയും ചെയ്തു. ജനം, കണ്ണൂർ.